ഏവർക്കും ഏറ്റവും സന്തോഷപൂർവ്വം ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഹൃദയപൂർവ്വം ഞാൻ നേരുകയാണ്. വിശുദ്ധ അന്തോനീസിൻ്റെ തിരുസ്വരൂപം ചിത്രീകരിക്കാറുള്ളത് ഉണ്ണീശോയെ കരങ്ങളിൽ എത്തിക്കൊണ്ടാണല്ലോ. ഉണ്ണീശോയുമായുള്ള വിശുദ്ധൻ്റെ ആത്മബന്ധമാണ് ഈ തിരുസ്വരൂപം നമ്മുടെ മുന്നിൽ സൂചിപ്പിക്കുന്നത്. ക്രൈസ്തവരായ നാം മറ്റൊരു വിശുദ്ധനും വിശുദ്ധയുമായി തീരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അന്തോനീസ് പുണ്യവാളനെ പോലെ യേശുവുമായി ഈ ആത്മബന്ധം നമ്മുടെ ജീവിതത്തിൽ പുലർത്തുവാൻ സാധിച്ചാൽ നാം ഓരോരുത്തരും മറ്റൊരു അന്തോനീസ് പുണ്യവാളനായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. അതിനാൽ ദിവ്യകാരുണ്യത്തിലൂടെ, തിരുവചനത്തിലൂടെ അനുദിനം നമ്മെ സമീപിക്കുന്ന യേശുവുമായി ആത്മബന്ധം പുലർത്തിക്കൊണ്ട് ജീവിതം നയിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധന്റെ ഈ ജന്മദിനത്തിരുന്നാൾ നമുക്ക് കൊണ്ടാടാം. ഈ ദിവസത്തായ ഉത്തരവുകളെ കൊണ്ടാടുന്നതിനായി നമ്മുടെ പാപങ്ങളെ കുറിച്ചോർത്ത് മനസ്തരിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. എന്നാൽ നീ ദൈവത്തെ പോലെ ബുദ്ധിമാനെന്ന് തന്നെത്താൻ ഒരു രഹസ്യവും നിന്നിൽ നിന്ന് മറന്നിരിക്കുന്നില്ല. ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു. പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഭരിച്ചു. വ്യാപാരത്തിലുള്ള നിന്റെ നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു. ദൈവത്തെ പോലെ ജ്ഞാനിയായി കണക്കാക്കി. അതിനാൽ ജനതകളിൽ വെച്ച് ഏറ്റവും ഭീകരന്മാരായവരെ ഞാൻ